എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നലെ മിഞ്ഞാന്ന് നടന്ന ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികയിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിൻ്റെ ചെറിയ കോൺ എത്ര? നോക്കൂ, ചെറിയ കോൺ എന്ന് പറയുന്നത് ഇത് 5x ആണ് എന്ന് വിചാരിക്കുക, ഇത് 3x ആണെന്ന് വിചാരിക്കുക, ഇത് 4x ആണെന്ന് വിചാരിക്കുക. അപ്പോ 5x 3x 4x കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? അതായത് ത്രികോണം ആയതുകൊണ്ട് അത് 180 ഡിഗ്രി ആവണം അല്ലെ? അപ്പൊ 5 3 8 4 12 12x എന്ന് പറയുന്നത് 180 ആണെങ്കിൽ x എന്ത് വരും? 180/12 എന്ന് വരും അല്ലെ? 12 ഈ 6 12, ഇവിടെ 3 18, അപ്പൊ 15 എന്ന് വരും അല്ലെ? അപ്പൊ എക്സ് 15 ആണെച്ചെങ്കിൽ ചെറിയത് ഏതാവും വരിക? 3x ആവും വരിക അല്ലെ? 3 × 15, അതായത് 45 എന്നുള്ളതാണ് ആൻസർ. കാരണം എന്താണ്? 5 × 15 എന്ന് പറയുന്നത് അതിനെക്കാട്ടും കൂടുതൽ വരും. 4 × 15 എന്ന് പറഞ്ഞാലും 3-നേക്കാട്ടും കൂടുതലാണ് 4 അല്ലെ? അപ്പൊ ചെറുതാണ് അവർ ചോദിച്ചേക്കുന്നത്. ചെറിയ കോൺ എന്നുള്ളത് ചോദിച്ചത് കാരണം നമുക്ക് 3x ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അതായത് 3 × 15 45. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. z = x + y ൽ x = -10 y = 3 ആയാൽ z എത്ര? അതായത് -10 ഇവിടെ കൊടുത്തു, +3. രണ്ടും ഡിഫറെന്റ് ചിഹ്നാണ് അല്ലെ? ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാ? ഇതിന്റെ ഡിഫറൻസ് കണ്ടിട്ട്, അതായത് ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം നമ്മൾ വെക്കുക. അതായത് 10 - 3 എത്രയാണ്? 7. ഏതാണ് ഇതിൽ വലുത്? 10 ആണ് വലുത്. അതിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പൊ -7 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് 12 48 24 16. ഇത് മാത്രമാണ് ഒരു പൂർണ്ണവർഗം അല്ലെ? 4² ആണ് 16. ബാക്കി ഒന്നിനെയും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? ഇതിൽ നമുക്ക് ആൻസർ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. 6ന്റെ 6 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? 6 12 അല്ലെ? 18, പിന്നെ 24 30 36. ഇനി ഇതിന്റെ മാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ തുക ഡിവൈഡഡ് ബൈ അല്ലെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അതാണ് നമുക്ക് മാധ്യം. മാധ്യം എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പൊ 6 + 12 + 18 + 24 + 30 + 36. അപ്പൊ എങ്ങനെയാണ് വരിക നോക്കൂ. 18ഉം 12ഉം 30 അല്ലേ? അപ്പൊ ഇവിടെ 30 ആയി, ഇതും 30 ആണ് അല്ലെ? 24ഉം 6ഉം 30 ആയി. അപ്പൊ 30 + 30 + 30 + 36 ആയി. അതായത് 4 3 12 120 ആയി അല്ലെ? 120ഉം പിന്നെന്താണ് 36ഉം 156 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പൊ ഇത് എത്ര വരെ? ഈ 6 12, പിന്നെ 36ല് 6 6 36. പന്ത്രണ്ടും 18ഉം 30 തന്നെ. 24ഉം 6ഉം 30 30 36. അപ്പം 30 30 60 30 90 ആണ് വരിക. 4 3 12 അല്ല കേട്ടോ, 90 ആണ് ഇവിടെ വരിക. 90 പ്ലസ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എവിടെയാണ്? അതായത് 4 3 12 എന്ന് എടുത്തു. നമുക്ക് എന്താണ്? 30 + 30 + 30 ആണ്. അപ്പൊ 3 പ്രാവശ്യമേ ഉള്ളൂ അല്ലെ? 3 9 90, പിന്നെ 36. അപ്പൊ എത്രയാണ് വരിക? 126 ഡിവൈഡഡ് ബൈ 6. അത് എത്രയാണ്? 6 12 6 6 21 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 21 ആണ് ആൻസർ. ഇതില് ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എത്ര നമ്പർ ഉണ്ടോ, എത്ര എണ്ണം ഉണ്ടോ അതാണ് ആവറേജ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണെന്ന് നോക്കൂ. 2 × L+B ആണ് അല്ലെ. L+B എന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി. നീളം എത്രയാണ്? 40. വീതി എത്രയാണ്? 30. അപ്പൊ 40 30 70. 2 × 70 ആണ് ചുറ്റളവ്. അതായത് 140 ആണ് ചുറ്റളവ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ, സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാവും അല്ലെ. അപ്പൊ 4 വശങ്ങളുണ്ട്. അപ്പൊ 4A ആണ് ഇത് എന്ന് പറയുന്നത്, 140 എന്ന് പറയുന്നത്. അപ്പൊ A എന്തായിരിക്കും? 140 ഡിവൈഡഡ് ബൈ 4. അത് എത്രയാണ്? 3 4 12. 20 I 4 20. അപ്പൊ ഏതാണ്? 35 ആണ് ഒരു വശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇങ്ങനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരാളെ തന്നെയാണ് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടുക, 4ഉം 20ഉം കൂടി കൂട്ടുക, എന്നിട്ട് -1 ചെയ്യുക. അപ്പൊ എന്താണ്? 23 പേരാണ് ആ വരിയിൽ ആകെയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 18 - 6 ഡിവൈഡഡ് ബൈ 3 × 4. ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യണേ. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഓഫ് ഉണ്ടെച്ചെങ്കിൽ അത് ചെയ്യണം, പിന്നെയാണ് ഡിവിഷൻ വരണത്. അപ്പൊ ഡിവിഷൻ ആണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 6 ഡിവൈഡഡ് ബൈ 3, അതായത് 6 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 4 എത്രയാണ്? 8. അപ്പൊ 18 - 8 എത്രയാണ്? 10. അപ്പൊ ഏതാണ് ആൻസർ? 10 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. -2/3 ഹോൾ ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ബൈ 5. -2/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -2/3 ഇൻറ്റു -2/3 ഇൻറ്റു -2/3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? 2 ക്യൂബ് ബൈ 3 ക്യൂബ് എന്ന് വരും. ഇനി ഇവിടെ എന്താ വരും? 3 സ്ക്വയർ ബൈ 5 സ്ക്വയർ എന്ന് വരില്ലേ? 3/5 ഇൻറ്റു 3/5 വരും. അപ്പൊ നമുക്ക് ഈ 3 സ്ക്വയറും ഈ 2 3ഉം എട്ടിക്കളയാം അല്ലെ. പിന്നെ ഇവിടെ എത്രയുണ്ട് നോക്കൂ. ഇവിടെ ഈ 2 4 4 2 8. 8 ഡിവൈഡഡ് ബൈ 25 × 3 എത്രയാണ്? 75. അപ്പൊ മൈനസ് ഇല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ -8/75. സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. പിന്നെ 2 ക്യൂബ് എത്ര വരും? 8 വരും. ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 3 9 9 3 27 വരും. ഇവിടെ എന്ത് വരും? 3 9 ബൈ 25 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇതിന്ന് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഈ 9ഉം ഈ 27ലും 3 പ്രാവശ്യം പോവും. ഇത്രയേ വെട്ടിക്കളയുള്ളൂ. -8/75. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് അറിയണം എവിടെയാണ് എഴുതേണ്ടതെന്ന്. അതായത് 72.29 എന്ത് മൈനസ് ചെയ്യണം? 53.6 മൈനസ് ചെയ്യണം. അപ്പൊ പോയിന്റ് എഴുതുമ്പോ 0.6 ഇങ്ങനെയാണ് എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കണം. അത് മാത്രമേ ഇതില് ഒരു ട്വിസ്റ്റ് ഉള്ളൂ. കാരണം 0.6 ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റും. അപ്പം ഇവിടെ ഇനി എന്താണ്? 0 9 ആവാൻ 9, 6 12 ആവാൻ, അപ്പൊ ഇവിടുന്ന് 1 എടുത്തു അല്ലെ. 12 12 - 6 എത്രയാണ്? 6. ഇനി ഇവിടെ 1 - 3 പറ്റില്ല. അപ്പൊ ഇവിടുന്ന് 6 ഒരെണ്ണം എടുത്തു. അപ്പൊ ഇവിടെ 6 ആയി, ഇവിടെ 11 ആയി. 11 - 3 എത്രയാണ്? 8. 6 - 5 എത്രയാണ്? 1. അപ്പൊ 18.69 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കണു. ഞാൻ എന്താണ് ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ ബോറോ ചെയ്യാണ്, അതായത് കടമെടുക്കുകയാണ്. മറ്റുള്ള സ്ഥലത്ത് നിന്ന് കടമെടുക്കുക ആണ്. കാരണം 2 - 6 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു സ്ഥാനത്ത് നിന്ന്
ഇങ്ങോട്ട് എടുത്തത്. അപ്പോഴാണ് ഇവിടെ 12 ആയത്. ഇവിടെ അപ്പോൾ 1 കുറഞ്ഞു, അപ്പോൾ 1 എന്നായി. ഇനി ഇവിടെ 1 - 3 ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. അങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? ഇത് എന്താണ് നോക്കൂ. AP ആണ് വെച്ചെങ്കിൽ നമുക്ക് സമാന്തര ശ്രേണിയാണ് വെച്ചെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസമാണ് ഉണ്ടാവുക. പൊതുവ്യത്യാസം ശരിയാണോ നോക്കൂ. 2 - 1 എത്രയാ? 1. 4 - 2 എത്രയാ? 2 ആണ്. അപ്പൊ ഇത് AP അല്ല അല്ലെ, GP ആണ്. സമഗുണിത പ്രോഗ്രഷൻ ആണ്. അതായത് 1 × 2, 2 × 2. അപ്പൊ അതില് കോമൺ റേഷ്യോ ആണ് വരിക. R = എന്താണ്? 2 ആണ് അല്ലെ. അതായത് എങ്ങനെയാണ് വരിക? 2/1 2, 4/2 2, പിന്നെ അടുത്തതാവുമ്പോഴും 8/4 2. അപ്പൊ അങ്ങനെ കോമൺ റേഷ്യോ ആണ് വരിക. അപ്പൊ ഇത് എന്ത് പ്രോഗ്രഷൻ ആണ്? GP ആണ്, സമഗുണിത പ്രോഗ്രഷൻ ആണ്. അപ്പൊ അതിന്റെ nth ടേം കാണാനുള്ള വാക്യം എന്താണ്? AR⁻n−1. A എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ സംഖ്യ അല്ലെ. അത് എത്രയാണ്? 1 ആണ്. R എന്ന് പറയുന്നത് 2, കോമൺ റേഷ്യോ. 2⁻n−1 എന്ന് പറഞ്ഞാൽ n എത്രയാണ്? 10ാം പദമാണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പൊ 10 - 1. അപ്പൊ എന്താണ്? 2/9. 2/9 എത്രയാണ്? ഈ 2 4, 4 2 8, 2 16, 16 2 32, 32 2 64, 64 2 128, 128 2 256, 256 2 512. അപ്പൊ A എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.